ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നല്ലേ. അതാണ് നമ്മുടെ വള്ളത്തോൾ നാരായണമേനോൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്പോൾ, അല്ലേ? വെൽക്കം ടു മൈ ചാനൽ. ഹായ്, നമസ്കാരം. കേരള സ്റ്റോറി എന്ന് പറയുന്ന ഈ മൂവി അല്ലെങ്കിൽ ഈ ടീസർ ഇറങ്ങിയതോടെ നമ്മുടെ കേരളം വീണ്ടും പ്രസിദ്ധമായി. നമ്മുടെ കേരളം എന്താണെന്നും മത സഹിഷ്ണുത എന്താണെന്നും നമ്മുടെ കേരളത്തിലെ അഡ്വാൻസ്മെന്റ് എന്താണെന്നും ലോകം വീണ്ടും വീണ്ടും അറിയുകയാണ്. ആൾക്കാരെ അറിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് സോഷ്യൽ മീഡിയ ആകട്ടെ, ന്യൂസ് ആകട്ടെ, യൂട്യൂബ് ആകട്ടെ, എന്ത് വഴിയും ആൾക്കാര് അതാണ് കേരളം എന്ന പേർ കേട്ടാൽ നമുക്ക് തിളക്കണം ചോര എന്ന് പറയുന്നത്. അത് ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന മലയാളികള്. കേരള സ്റ്റോറി ആണോ നമ്മുടെ കേരളം? ഇതാണോ നമ്മൾ കണ്ട കേരളം? നമ്മൾ വളർന്നു വന്ന ആ കൊച്ചു കേരളത്തിലെ നമ്മളുടെ ഓർമ്മകള് അതാണോ? ഞാനിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും നമ്മുടെ കേരളത്തെ കുറിച്ചുള്ള ചിന്തകൾ അല്ലെ നമ്മുടെ കേരളത്തെ കുറിച്ചുള്ള ഓരോ ന്യൂസ് നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്, അല്ലെ? അതില് എന്തെങ്കിലും നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ന്യൂസ് ഉണ്ടെങ്കിൽ ഓരോ കേരളീയന്റെയും രക്തം തിളയ്ക്കും. അതാണ് കേരളീയർ, അതാണ് മലയാളി, അല്ലേ? ബീഫും പൊറോട്ടയും കേരളത്തിന്റെ ഒരു വികാരമാണ്. മൈനോറിറ്റി കഴിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആരും കഴിക്കരുത് എന്ന് നിർബന്ധിക്കുന്ന ഒരു വിഭാഗം ഈ കേരളത്തിൽ ഇല്ല. മതസ്പർദ്ധ ഇവിടെ വളർത്താനേ പറ്റില്ല. ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ വളരെയധികം എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. ഓണവും ക്രിസ്മസും റംസാനും എല്ലാം ഒരുപോലെ കൊണ്ടാടുന്ന നാടാണ് നമ്മുടെ കേരളം. തൊട്ടടുത്ത് നിൽക്കുന്നവന് ഏതാപത്ത് വന്നാലും ഓടി വരുന്നവരാണ് മലയാളികൾ. അതിന് എക്സാമ്പിൾ ആണല്ലോ നമ്മളുടെ 2018 പ്രളയം. അതില് രക്ഷിച്ചോണ്ട് പോകുന്നവര് ഏത് മതസ്ഥരാണെന്ന് ആർക്കറിയാം, അല്ലേ? അതില് മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് സാക്ഷരതയ്ക്ക്, ലിറ്ററസിക്ക് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കേരളത്തിൽ കൊടുക്കുന്നത്. കാരണം അവൻ തെറ്റും ശരിയും തിരിച്ചറിയുക, മതസഹിഷ്ണുത ഉള്ളവനായിട്ട് വളരുക എന്നുള്ളതാണ്. അത് തന്നെയായിരിക്കണം പ്രൈമറി സാംസ്കാരിക ബോധം, സാമൂഹ്യ ബോധം എന്ന് പറയുന്നത്. ഈ പൊറോട്ടയും ബീഫും കഴിക്കാത്തവര് വളരെ ചുരുക്കമല്ലേ നമ്മുടെ കേരളത്തിൽ ഉള്ളത്, ഹിന്ദുക്കളിൽ? അതെ, മിക്ക ഹിന്ദുക്കളും കഴിക്കുന്ന സാധനം തന്നെയാണ് ഈ പൊറോട്ടയും ബീഫും. കേരളം പൊറോട്ടയുടെയും ബീഫിന്റെയും നാട് തന്നെയാണ്, അല്ലെ? അത് കഴിക്കാത്തവര് വളരെ ചുരുക്കം തന്നെയല്ലേ? ജിഹാദികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ISS ചേർത്തിട്ടുള്ള ആൾക്കാരുണ്ടാവാം, അങ്ങനെയുള്ള പെൺകുട്ടികൾ നരകയാതന അനുഭവിച്ചവരും ഉണ്ട്. പക്ഷെ കേരളത്തിലെ മുസ്ലിങ്ങളെ പൊതുവായിട്ട് ആക്ഷേപിക്കാൻ പാടില്ല. ഒരു മൂവി എന്ന് പറയുന്നത് സമൂഹത്തെ വളരെയധികം സ്വാധീനിക്കും. അതില് കൊച്ചു കുട്ടികൾ മുതലായിരിക്കും കാണാൻ പോകുന്നത്. വളർന്നു വരുന്ന തലമുറയെയും അത് ബാധിക്കില്ലേ? അതിന്റെ നല്ല വശങ്ങളുള്ള ഒരു അവയർനെസ് ഉള്ള ഒരു മൂവിയാണെങ്കിൽ സമൂഹത്തിൽ അത് നല്ല ഗുണങ്ങൾ ചെയ്യും. അതിന്റെ ഫ്യൂച്ചർ വളരെ ഇതായിരിക്കും. അത് നന്നായിട്ട് അതിന്റെ വാല്യൂസ് നന്നായിട്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു കണ്ടന്റ് ഒരു പർട്ടിക്കുലർ ഏരിയയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതല്ലേ? ഒരു തീക്കനല് കോരിയിടുമ്പം കത്തിത്തീരുന്നതാണോ കേരളം? അല്ല. അതില് നന്മകളുണ്ടോ അല്ലെങ്കിൽ അതിനകത്തെ തിന്മകൾ എന്തെന്ന് തിരിച്ചറിയാൻ കഴിവുള്ളവനാണ് മലയാളി. എവിടെ ഇരുന്നാലും ലോകത്തിന്റെ ഏത് ഭാഗത്തും അതിനെതിരെ എല്ലാവരും പ്രതികരിക്കും, അല്ലേ? Thank you, Sridev Nambudiri, for filing a case against this kind of misleading movie. നമ്മളെപ്പോലുള്ളവർ ഒക്കെ തന്നെയാണ് ഇതിന് എഗനിസ്റ്റ് ആയിട്ട് പറയേണ്ടത്. നമ്മളെപ്പോലെ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും അടങ്ങുന്ന നമ്മുടെ സമൂഹം തന്നെയാണ് ഇതിനെതിരെ സംസാരിക്കേണ്ടത്, അല്ലേ? നമ്മള് വളർന്നു വരുമ്പോഴേ സ്കൂളിൽ ചോറ് കൊണ്ടുവരുമല്ലേ, ആ ചോറ് പാത്രത്തിൽ നിന്ന്
ആം, കറിയൊക്കെ നമ്മൾ എന്താ പറയുന്നേ, ആ കൊണ്ടുവരുന്ന ആ കറികള് ആരാണ്, നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നോ മുസ്ലിം ആണെന്നോ ഒന്നും നോക്കാതെ നമ്മൾ എല്ലാവരും ഷെയർ ചെയ്യുക. അത് ഇപ്പോഴും നമ്മൾ അങ്ങനെയാ അല്ലെ, വർക്കിംഗ് പ്ലേസിലൊക്കെ ആണെങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാ. അതാണ് നമ്മുടെ കേരളം അല്ലെ. ഇങ്ങനെയൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന ഇതിനോടൊക്കെ നമ്മൾ പ്രതികരിച്ചേ തീരുവുള്ളൂ. എത്ര ബ്രൂട്ടൽ രീതിയിലാണ് ആ പിക്ചറൈസേഷൻ അവര് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടോ. ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇതാണ് സത്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായ സംഭവമാണ് ഇതൊക്കെ. കമ്മ്യൂണൽ ഹാർമണിയുടെ വളരെയധികം എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ ചുറ്റിലും. ഇത് എൻ്റെ നാടാണ് എരുമേലി. വാവരുസ്വാമിയുടെ പള്ളിയിലേക്ക് കയറിപ്പോകുന്ന അയ്യപ്പന്മാരെ കാണാമല്ലോ, എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇതൊക്കെ അല്ലേ. ഇത് എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും മതസ്ഥാപനങ്ങളിലും തമ്മിൽ സഹകരണം, പരസ്പര സ്നേഹം, സഹകരണമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ യഥാർത്ഥ മുഖം അല്ലേ. അതെ, വി ലവ് കേരള ആൻഡ് വി ആർ പ്രൗഡ് ടു ബി കേരളൈറ്റ്. അച്ചാന്ന് വിളിക്കാം, ബാപ്പാന്ന് വിളിക്കാം, അപ്പാപ്പാന്ന് വിളിക്കാം, അച്ചാച്ചാന്ന് വിളിക്കാം. ഇത് കണ്ടോ, നമ്മുടെ പ്രളയത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നില്ല, എല്ലാവരും ആ റെസ്ക്യൂ ഓപ്പറേഷൻസിൽ കൂടി എത്ര കഷ്ടപ്പെട്ട എല്ലാവരെയും ഒന്ന് റെസ്ക്യൂ ചെയ്ത് രക്ഷപ്പെടുത്തുന്നത് കണ്ടോ. ഇതിൽ ആരാണ് ഹിന്ദു, ആരാണ് ക്രിസ്ത്യൻ, ആരാണ് മുസ്ലിം അല്ലേ. ഇത് വയനാട്ടിലെ ലാൻഡ് സ്ലൈഡിൽ അതിൽ നിന്ന് നമ്മൾ സർവൈവ് ചെയ്തു, അതിനെ അതിജീവിക്കുകയാണ്. നമ്മളൊക്കെ അതിജീവനത്തിൻ്റെ ആ പാതയിലാണ് ഇപ്പോൾ അല്ലേ. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ എന്താ പറയുക, വർഗീയത കലർത്തിയുള്ള വിഷങ്ങൾ കുത്തിവെക്കുന്നത്. നമ്മളുടെ എഡ്യൂക്കേഷൻ എത്രയോ ഹൈ ആണ്, നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം എത്രയോ. നമ്മൾ കോവിഡിനെ അതിജീവിച്ചു അല്ലേ, പ്രളയത്തെ അതിജീവിച്ചു, ഇപ്പം നമ്മൾ ലാൻഡ് സ്ലൈഡ് എല്ലാം നമ്മൾ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയോ മറ്റുള്ള സ്റ്റേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്രയോ ചൂരൽമലയിൽ ഇപ്പോൾ ടൗൺഷിപ്പ് തീർന്നിരിക്കുകയാണ്. സോ ഇതിനെല്ലാം നമ്മുടെ കേരളം എത്രയോ മുന്നിലാണെന്ന് ഇതെല്ലാം തെളിയിക്കുന്നുണ്ട് അല്ലേ. താങ്ക് യു സോ മച്ച്. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.